വിശുദ്ധ പത്രോസ്. പത്രോസിന്റെ യഥാർത്ഥ നാമം ഷിമയോൻ എന്നായിരുന്നു. യേശുവാണ് പത്രോസ് എന്ന നാമം വിശുദ്ധന് നൽകിയത്. അപ്പൊസ്തലന്മാരുടെ നായകൻ എന്ന വിശുദ്ധന്റെ പദവിയെയും അദ്ദേഹത്തിന്റെ വിശിഷ്ട സ്വഭാവത്തിന്റെയും ലക്ഷണമാണ് ഈ നാമമാറ്റം കൊണ്ട് വെളിപ്പെടുന്നത്. ഗലീലി സമുദ്രതീരത്തുള്ള ബെത്സയിദയിലാണ് പത്രോസ് ജനിച്ചത്. തന്റെ ഇളയ സഹോദരനായിരുന്ന അന്ത്രയോസിനെ പോലെ മുക്കുവനായാണ് പത്രോസ് ജീവിച്ചിരുന്നത്. പത്രോസിന്റെ ഗുരുവായിരുന്ന യേശു ആ പ്രദേശങ്ങളിൽ പ്രബോധനത്തിനായി വരുമ്പോൾ പത്രോസിന്റെ ഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നതെന്ന് പറയപ്പെടുന്നു. അതിനാൽ തന്നെ വിശുദ്ധന്റെ ഭവനം നിരവധി അത്ഭുതങ്ങൾക്ക് വേദിയായിട്ടുണ്ട്. വിശുദ്ധനായിരുന്നു ആ നഗരത്തിലെ ആദ്യത്തെ മെത്രാൻ. അവിടെ വെച്ച് വിശുദ്ധൻ ബന്ധിതനാക്കപ്പെടുകയും ഒരു രക്തസാക്ഷിയുടെ മരണം വരിക്കുകയും ചെയ്തു. ഐതിഹ്യമനുസരിച്ച് അന്ത്യോക്യയിലെ ആദ്യത്തെ മെത്രാനും വിശുദ്ധനാണ്. ആദ്യത്തെ ക്രിസ്തീയ വിജ്ഞാന കോശങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 2 എഴുത്തുകൾ വിശുദ്ധന്റേതായുണ്ട്. വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് ക്രിസ്തീയ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ആ ദേവാലയത്തിലെ മകുടത്തിന് ചുറ്റുമായി ഈ വാക്കുകൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു: നീ പത്രോസ് ആകുന്നു, നീ ആകുന്ന പാറമേൽ ഞാൻ എന്റെ സഭയെ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. വിശുദ്ധ പൗലോസ്. തന്റെ വിശ്വാസ പരിവർത്തനത്തിന് മുൻപ് സാവൂൾ എന്നറിയപ്പെട്ടിരുന്ന പൗലോസ് ക്രിസ്തുവിന്റെ ആഗമനത്തിന് മുൻപ് ഏതാണ്ട് 3-4 വർഷങ്ങൾക്കു ശേഷം സിലിസിയായുടെ റോമൻ പ്രവിശ്യയായിരുന്ന ടാർസസിലായിരുന്നു ജനിച്ചത്. ബെഞ്ചമിന്റെ ഗോത്രത്തിൽപ്പെട്ട യഹൂദന്മാരായിരുന്ന വിശുദ്ധന്റെ മാതാപിതാക്കൾ വിശുദ്ധനെ ഫരിസയരുടെ കഠിനമായ മതദേശീയതയ്ക്കനുസൃതമായിട്ടായിരുന്നു വളർത്തിയിരുന്നത്. റോമൻ പൗരത്വത്തിന്റെ പ്രത്യേകമായ സവിശേഷതയും അവർക്കുണ്ടായിരുന്നു. യുവാവായപ്പോൾ വിശുദ്ധൻ നിയമങ്ങളിൽ പ്രാവീണ്യം നേടുന്നതിനായി ജെറുസലേമിലേക്ക് പോവുകയും അവിടെ ഗമാലിയേൽ എന്ന പ്രസിദ്ധനായ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. യേശുവിന്റെ പ്രേക്ഷിത പ്രവർത്തന കാലത്ത് വിശുദ്ധൻ ജെറുസലേമിൽ ഉണ്ടായിരുന്നില്ല. ഭൂമിയിലെ തന്റെ ജീവിതകാലത്തൊരിക്കലും വിശുദ്ധൻ യേശുവിനെ കാണുകയോ ചെയ്തിട്ടില്ല. വിശുദ്ധ നഗരത്തിലേക്ക് തിരികെ വന്ന പൗലോസ് അവിടെ വികസിച്ചു വരുന്ന ക്രിസ്തീയ സമൂഹത്തെയാണ് കണ്ടത്. ഉടനെ തന്നെ പൗലോസ് ക്രിസ്ത്യാനികളുടെ കടുത്ത ശത്രുവായി മാറി. യഹൂദ നിയമങ്ങളെയും ദേവാലയത്തെയും എസ്തപ്പാനോസ് വിമർശിച്ചപ്പോൾ അവനെ കല്ലെറിയുന്ന ആദ്യത്തെ ആളുകളിൽ ഒരാൾ പൗലോസ് ആയിരുന്നു. അതിനുശേഷം പൗലോസിന്റെ ഭയാനകമായ വ്യക്തിത്വം അദ്ദേഹത്തെ മതപീഡനത്തിലേക്ക് നയിച്ചു. യേശുവിന്റെ ശിഷ്യന്മാരെ അടിച്ചമർത്തുവാനായി ഡമാസ്കസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവിക ഇടപെടലിലൂടെയുള്ള പരിവർത്തനത്തിന് വിശുദ്ധൻ വിധേയനാകുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ് ചെറിയ ചെറിയ സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തിയതിനു ശേഷം വിശുദ്ധൻ അറേബ്യൻ മരുഭൂമിയിലേക്ക് പിൻവാങ്ങി. 66 വിശുദ്ധൻ റോമിൽ തിരിച്ചെത്തി. അവിടെ എത്തിയ വിശുദ്ധനെ പിടികൂടി തടവിലാക്കുകയും 1 വർഷത്തിനു ശേഷം കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു.